അപ്പോൾ ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകും, അതിന്റെ സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ചുള്ള നീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നു. ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരുന്നത് പോലും അതുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾക്ക് ഒരുപക്ഷെ കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിൽ ഈ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന പ്രതിഫലനങ്ങൾ? നമുക്കറിയുന്ന പോലെ ഈ 3 പേരുകാർക്കും ഇവിടെ അത്രമാത്രം പിന്തുണയുണ്ട്. പല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നേരിടാനാണ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇടപെടാനാണ് നേതൃത്വം ആലോചിക്കുന്നത്? പ്രജിൻ, ഏറെക്കുറെ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തീരുമാനം വരുന്നതുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനത്തിനും മറ്റുമായി പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നു എന്ന കാര്യം AICCക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആഹ്ലാദ പ്രകടനം തീരുമാനം അനുകൂലമില്ലെങ്കിൽ പ്രതിഷേധ പ്രകടനമായും രൂപാന്തരം പ്രാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു നേരിയ ആശങ്കയുള്ളത്. എന്തായാലും 5:30 രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖർഗെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏത് നിമിഷവും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പ്രതീക്ഷിക്കാം എന്നതിൽ സംശയമില്ല. എന്നാൽ അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുന്ന സമയം എപ്പോഴായിരിക്കും എന്നതിനെപ്പറ്റി മാത്രമാണ് ആശങ്ക. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി 6:55 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങും. അതായത് അവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ രീതി വെച്ച് മാരത്തൺ ചർച്ചകൾ അതിനും വേണ്ടി വരും. അപ്പോൾ അത്തരം ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതും വേദി ഒരുക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷകയാവേണ്ടതും AICCയുടെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. അതുകൊണ്ടാണ് അവർ തിടുക്കപ്പെട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അങ്ങനെ അവരുടെ വരവ് കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അനുമാനിക്കാൻ തക്ക സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പ്രഖ്യാപനം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കളുടെയും അണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആലുവയിലെ ദേശത്തെ വീട്ടിലാണ് പ്രതിപക്ഷ നേതാവായ VD സതീശനുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ്. അവിടെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി രാവിലെ മുതൽ തന്നെ എത്തിച്ചേരുന്നു. അവിടെ ഒരു ആഹ്ലാദത്തിൻ്റെ അന്തരീക്ഷം ഉടലെടുക്കുമോ അതോ മറ്റൊരു മൂഡിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളും തീരുമാനം അനുകൂലമെന്ന് പ്രതീക്ഷിക്കുന്നു. KC ക്യാമ്പും ആത്മവിശ്വാസത്തിൽ അവർക്ക് ഒട്ടും കുറവില്ല. കാരണം MLA-മാരുടെ ഭൂരിപക്ഷവും KC വേണുഗോപാലിനൊപ്പമാണ്. അതുകൊണ്ട് അവരും വളരെ പ്രതീക്ഷയോടെ തന്നെ ഈ തീരുമാനത്തെ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.